ഐസ്ലാൻഡ് യാത്രയുടെ 12ാമത്തെ ദിവസത്തോടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ലേറ്റായി ഗൈസ്. നമുക്കിപ്പോൾ 5 മണി വന്ന സമയം 6 മണി കഴിഞ്ഞു. എന്നിട്ട് പെടുന്നിറങ്ങാൻ നോക്കട്ടെ. അതെ, നമ്മളിന്ന് എണീക്കാനായിട്ട് 1 മണിക്കൂറിലധികം ലേറ്റായി. നമ്മുടെ ഐറ്റിനറി പ്രകാരം നമ്മൾ രാവിലെ 3:30-ക്ക് എഴുന്നേൽക്കണമെന്നും അത് കഴിഞ്ഞ് 5 മണിക്ക് നമുക്ക് പോകേണ്ടതായ സ്ഥലത്തേക്ക് യാത്ര തിരിക്കണമെന്നൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഇവിടെ കിടന്നുറങ്ങി കഴിഞ്ഞപ്പം നമ്മളാ ഒരു സുഖത്തിൽ നമ്മളങ്ങനെ കിടന്നുറങ്ങിപ്പോയി. ഇതാണ് ക്യാമ്പ് സൈറ്റും ഹോം സ്റ്റേകൾ അല്ലെങ്കിൽ ഹോട്ടൽ പോലെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം. അതായത് നമ്മൾ അത്രയും കംഫർട്ട് കിട്ടുമ്പോൾ നമ്മൾ അത്രയും സമയം നമ്മൾ ഉറങ്ങിപ്പോവും. എന്തായാലും ഒട്ടും സമയം കളയാതെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് തിരിച്ചെടുത്ത് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്കിന്ന് കാണാൻ പോകേണ്ടതായ സ്ഥലത്തേക്ക് ഏകദേശം 1 മണിക്കൂർ, പറഞ്ഞു വരുമ്പോൾ ഒരു 56 കിലോമീറ്റർ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. പോകുന്ന വഴി എന്ന് പറയുന്നത് കുറച്ച് ഓഫ് റോഡും കുറച്ച് ഇതുപോലത്തെ ടാറിട്ട് റോഡൊക്കെയാണ്. നമ്മൾ രാവിലെ ഹോം സ്റ്റേ എന്ന് ഇറങ്ങുമ്പം അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആരുടെ അടുത്തും യാത്ര ഒന്നും പറയാനായിട്ട് സാധിച്ചില്ലായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയ രീതിക്കുള്ള മഴയുണ്ടായിരുന്നു. ആ മഴ നമ്മൾ കാണേണ്ടതായ സ്ഥലത്തേക്ക് എത്തുന്നത് വരെ ഉണ്ടായിരുന്നു. ഏകദേശം കുറേ ദൂരം ടാറില്ലാത്ത റോട്ടിൽ കൂടെ മഴയത്ത് വണ്ടി ഓടിച്ചതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും വണ്ടിയുടെ പുറത്തേന് ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തെത്തിയപ്പോഴും അധികം സഞ്ചാരികളൊന്നും ആ നേരത്തുണ്ടായിരുന്നില്ല. മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിട്ടാണ് ഈ ഒരു സ്ഥലം കാണാനായിട്ട് അവിടെ നിന്ന് നടന്നു പോയത്. നമ്മളീ കാണാൻ പോകുന്ന സ്ഥലത്തിനേക്കാളും ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി ശിലാരൂപമാണ് ഈ സ്ഥലത്തെ കൂടുതൽ ഫേമസ് ആക്കിയത്. ഈ ഒരു ശിലാരൂപം സ്ഥിതി ചെയ്യുന്നത് കടലിനോട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് നമ്മൾ കടലിൻ്റെ തീരത്തോട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം നടന്നിട്ട് നമുക്ക് കാണേണ്ട ആ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന ആ വലിയ പാറ, ആനയെ പോലെ തോന്നുന്ന ആ ഒരു പ്രകൃതി ശിലാരൂപത്തെയാണ് നമ്മൾ കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഐസ്ലാൻഡിൻ്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രശസ്തമായ പ്രകൃതി ശിലാരൂപത്തെയാണ് ഇറ്റ്ഷെർക്യൂർ എന്ന് വിളിക്കുന്നത്. കടലിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഈ ഒരു പാറ ഡ്രാഗണ്, ആന എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ ഇത് കടലിലെ ഡ്രാഗൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 15 മീറ്റർ ഉയരമുള്ള ഈ ഒരു ശില ആയിരക്കണക്കിന് വർഷങ്ങളായി കടലേറ്റവും കാറ്റും മൂലം രൂപപ്പെട്ടതാണ്. പാറയുടെ അടിഭാഗത്ത് 2 കാലുകൾ പോലുള്ള രൂപമുള്ളതിനാൽ വെള്ളത്തിൽ നിന്ന് കുടിക്കുന്ന ഒരു ആനയെ പോലെ തോന്നും. പാറ തകർന്നു പോകാതിരിക്കാനായിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് കോൺക്രീറ്റ് ഇട്ടിട്ട് പാറകൾ ഉറപ്പിച്ചിട്ടുമുണ്ട്. കടൽ നായകളെയും കടൽ പക്ഷികളെയും തുടങ്ങിയ മറ്റു പല ജീവികളെയും കാണാൻ പറ്റിയ കിടിലനൊരു സ്ഥലവുമാണ് ഈ പറഞ്ഞ ഇറ്റ്ഷെർക്യൂർ. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നേരെ പോയത് ഗ്യാസ് സ്റ്റേഷനിലേക്കായിരുന്നു. അവിടെ നിന്ന് ഫുൾ ടാങ്ക് പെട്രോളെല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം നമ്മുടെ യാത്ര നമ്മൾ അവിടെ നിന്ന് പിന്നെയും കണ്ടിന്യൂ ചെയ്തു. ഇനി നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം 3.25 മണിക്കൂർ, പറഞ്ഞു വരുമ്പോൾ 290 കിലോമീറ്ററിലധികം ദൂരം വണ്ടി ഓടിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോങ് ഡിസ്റ്റൻസ് യാത്രകൾ എന്ന് പറയുമ്പോൾ തന്നെയാണ് കൂടുതൽ കാണാനായിട്ട് നമുക്ക് ത്രില്ലടിക്കുക. കാരണം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകൾ, പള്ളികൾ, ഫാമുകൾ, ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയൊക്കെ ആയിരിക്കും അടുത്ത ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, വണ്ടികളില്ലാത്ത വിശാലമായ റോഡുകൾ, ഇതൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർക്ക് സാധ്യമാവുന്നത്? നമ്മൾ ഈ തിരക്കിലും തിക്കിലും പെട്ട് കിടക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് നമ്മളിതുപോലത്തെ ഒഴിഞ്ഞു കിടക്കുന്ന രാജ്യത്തോട്ട് വരുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് നമ്മളെ അവിടുത്തെ കാര്യങ്ങൾ അലട്ടും. അതായത് എങ്ങനെയായിരിക്കും ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നത്? ഞങ്ങളുടെ 3 പേരുടെയും മനസ്സിൽ ഈ ഒരു ചോദ്യങ്ങൾ വല്ലാത്തൊരു അലട്ടലായിട്ട് എപ്പോഴും ഈ യാത്രയുടെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തു. നിങ്ങൾക്കറിയാലോ, രാവിലെ തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ്. അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ടും ഇതുവരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ നമ്മുടെ വാൻ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. തൊട്ടപ്പുറത്ത് തന്നെ നല്ല ക്ലിയർ വാട്ടർ ആയിട്ടുള്ളൊരു ലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ പാത്രം കഴുകൽ അവിടെ ആക്കാമെന്ന് വിചാരിച്ചു. പറയുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ ഇവിടെ വന്നിരുന്ന് കഴുകുക എന്ന് പറയുന്നത്. കാരണം ആ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരിക്കും. അതിന് പുറമെ അത് നന്നായി കഴുകിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല പാടാണ്. അങ്ങനെ എങ്ങനെയൊക്കെ കഴുകിയെടുത്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വാനിൻ്റെ അടുത്തേക്ക് പോയി. വാനിലെത്തിയപ്പോഴും നമ്മുടെ കയ്യിൽ ലയൻ എന്ന് പറഞ്ഞ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഇത് വളരെ ഫേമസ് ആട്ടോ ഐസ്ലാൻഡിൽ, നമ്മുടെ നാട്ടിലെ സ്നിക്കേഴ്സൊക്കെ ഉള്ള പോലെ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോകാൻ നേരത്താണ് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വരെ മൂടപ്പെട്ട രീതിയിൽ ചളി പിടിച്ചിരിക്കുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെ. വണ്ടി മൊത്തമായിട്ട് കഴുകാൻ പറ്റിയില്ലെങ്കിലും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും ബാക്കത്തെ ഗ്ലാസ്സും നല്ല രീതിക്ക് കഴുകിയെടുക്കാമെന്ന് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ പറ്റാവുന്ന രീതിക്കൊക്കെ ഞങ്ങൾ വണ്ടിയുടെ ഗ്ലാസും പിന്നിലത്തെ നമ്പർ പ്ലേറ്റും ഒക്കെ കഴുകിയെടുത്തു.
നമുക്ക് ഇനിയും ഇവിടുന്ന് കുറേ ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ചരൽ റോഡുകളും സൈഡിലെ കമ്പികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഈ പ്രദേശങ്ങളിൽ നല്ല രീതിക്ക് മഞ്ഞ് പെയ്യാറുണ്ട്. മഞ്ഞ് പെയ്ത് ഉരുകിത്തീരുമ്പോഴും അതിൻ്റെ ഒപ്പം ഈ റോഡും നല്ല റോഡാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഒലിച്ചു പോവും. അത് നന്നാക്കാനൊക്കെ ആയിട്ടാണ് ഇതുപോലത്തെ എക്സ്കേവേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് റോഡിൽ കാണാൻ പറ്റുന്നത്. ഇതൊരു സൂചന കൂടിയാണ് നമ്മളിനി മഞ്ഞിലോട്ടാണ് കയറാൻ പോകുന്നതെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് രണ്ട് സൈഡ് മഞ്ഞ് മൂടപ്പെട്ട് കിടക്കുന്ന റോട്ടിലൂടെയാണ്. അങ്ങനെ മഞ്ഞിലൂടെയുള്ള യാത്രയൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ നോർമലായിട്ടുള്ള റൂട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു രഹസ്യം പറയട്ടെ. നമ്മൾ ഈ കാണാൻ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, അത്രയ്ക്ക് വലിയ ഫേമസ് ആയ സ്ഥലമൊന്നുമല്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പിന്നെ എന്തിനാണ് ഇത്രയ്ക്ക് ദൂരം യാത്ര ചെയ്ത് ഇവന്മാർ അങ്ങോട്ട് പോകണമെന്നുള്ളത്. അതെ, നമ്മൾ പോകുന്ന വഴിക്കും പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തത് കൊണ്ടും നമ്മൾ മാപ്പിൽ നോക്കി കഴിഞ്ഞപ്പം ഇങ്ങനത്തെ ഒരു അട്രാക്ഷനും കുറേ റിവ്യൂയും കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പൂളാണ്, ജിയോ തെർമൽ പൂള്, അതായത് ചൂടുവെള്ളമുള്ളൊരു പൂള്. അത് ആക്ച്വലി ഫ്രീ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. അതിനോടൊപ്പം ഈ ചൂടുവെള്ളത്തിൽ തണുപ്പത്ത് കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം വേറൊരു സുഖമില്ല. പക്ഷെ നമ്മുടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും നമ്മളെക്കാളും മുന്നേ വേറൊരു ടീം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന് നോക്കിയെങ്കിലും അവർ തിരിച്ചു വരുന്നതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇറങ്ങാനായിട്ടുള്ളൊരു സ്പേസ് ഒന്നും ആ പൂളിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴും നമ്മൾ അവിടെ നിന്ന് യാത്ര കണ്ടിന്യൂ ചെയ്തു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് അടുത്ത ലൊക്കേഷനായ മറ്റൊരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ്. അവിടേക്ക് ഏകദേശം 1 മണിക്കൂറിലും മേലെ യാത്ര ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അവിടത്തേക്കുള്ള റോഡ് നല്ലതായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയുള്ള കാർ പാർക്കിലെത്തി. പോകുന്നതിന് മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡെല്ലാം ചെക്ക് ചെയ്തിട്ട് കഴിക്കേണ്ടതായുള്ള ഫുഡൊക്കെ എടുത്ത് ചൂടാക്കി കഴിക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ടേസ്റ്റി നിബിൾസിൻ്റെ വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. ടേസ്റ്റി നിബിൾസിൻ്റെ ഇതുപോലത്തെ പാക്കറ്റ്സ്, ഫുഡിൻ്റെ പാക്കറ്റ്സ് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് ഐസ്ലാൻഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐസ്ലാൻഡ് ട്രിപ്പ് തുടങ്ങിയ അന്ന് മുതലേ തീരുന്ന അന്ന് വരത്തേക്കുള്ള ഫുഡിൻ്റെ ബാക്കപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എവിടെയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ പാക്കറ്റുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറേ അധികം തലവേദനകളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റി. ഒന്നാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള സമയം ഞങ്ങൾക്ക് കുറേ അധികം ലാഭിക്കാനായിട്ട് പറ്റി. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രയിലുടനീളം വിശന്നിരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ വെള്ളച്ചാട്ടമില്ലേ, അത് കാണാനായിട്ടുള്ള യാത്ര നമ്മൾ ആരംഭിച്ചു. നമ്മൾ നമ്മുടെ വാൻ പാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ നമുക്ക് നടക്കാനായിട്ടുണ്ട് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട്. വെള്ളച്ചാട്ടത്തേക്ക് എത്താനായിട്ട് പ്രോപ്പർ വഴികളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം ഒരു ഡയറക്ഷൻ മനസ്സിലാക്കി ആ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നത്. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ പേഴ്സണലി എനിക്ക് നല്ല രീതിക്ക് പേടിയാവും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴി തെറ്റുകയോ നമുക്ക് വേറെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ കോണ്ടാക്റ്റ് ചെയ്യും, നമുക്ക് ആരെയായിട്ട് ബന്ധപ്പെടാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ വളരെയധികം ഡൗട്ട് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ നടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടല്ലോ, നല്ല തണുത്ത കാറ്റ്,
ആ ഒരു വെള്ളം വീഴുന്നതിൻ്റെ ശബ്ദം, വേറെ ആരുടെയും ശല്യങ്ങളില്ലാതെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. ആ ഒരു അനുഭൂതി അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ 3 പേരും യാതൊരു പേടിയില്ലാതെ അങ്ങോട്ടേക്ക് നടന്നു പോയത്. അങ്ങനെ കുറേ നേരത്തെ ഹൈക്കിങ്ങിന് ശേഷം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഈ ബോക്സിനാണെങ്കിൽ ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴും അതിൻ്റെ അകത്തൊരു പുസ്തകവും ഒരു പേനയും പുസ്തകത്തിന് മേലെ ഒരു കല്ലും വെച്ചിരിക്കുന്നു. ഞങ്ങൾ ഒട്ടും സമയം കളഞ്ഞില്ല. ഞങ്ങൾ നേരെ ആ പുസ്തകത്തിൻ്റെ അകത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേഗം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അവിടേക്ക് യാത്ര ചെയ്ത് വന്നിരുന്ന, അല്ലെങ്കിൽ അവിടേക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നിരുന്ന സഞ്ചാരികൾ മൊത്തം അവരുടേതായ കാഴ്ചപ്പാടുകൾ, അവരുടേതായ തോട്ടുകൾ മൊത്തം ആ ബുക്കിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചു. ഞങ്ങൾ നേരം കളയാൻ നിന്നില്ല കേട്ടോ. ഞങ്ങളും ആ ബുക്ക് മൊത്തം ചെക്ക് ചെയ്തു. നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, അതായത് പറയുകയാണെങ്കിൽ അമേരിക്ക, ആഫ്രിക്ക, എന്താ പറയുക, എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാരിവിടെ വന്നിട്ട് ആ ബുക്കിൽ അവരുടേതായ ചിന്താഗതികൾ അവർ എഴുതിയിട്ടുണ്ട്. അതായത് ഐസ്ലാൻഡ് എങ്ങനെയുണ്ട്, ഐസ്ലാൻഡിൽ എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങളിൽ ഏറ്റവും ബെസ്റ്റായ സ്ഥലം ഏതാണ്, ഈ ഒരു സ്ഥലം എങ്ങനെയുണ്ട്, അങ്ങനെ എല്ലാ കാര്യത്തെ പറ്റിയിട്ടും ആ ബുക്കിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ചിലർ അവരുടെ ഐറ്റിനറി വരെ ആ ബുക്കിൻ്റെ അകത്ത് എഴുതിയതായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചു. ആ ഒരു ബുക്കിൻ്റെ അകത്ത് കൂടുതലായിട്ട് കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി വിൽ കം ബാക്ക് അഗെയിൻ, അതായത് ഞങ്ങൾ ഐസ്ലാൻഡ് കാണാനായിട്ട് ഇനിയും വരും. അത്രയ്ക്ക് ആഗ്രഹത്തോടെയൊക്കെയാണ് ഐസ്ലാൻഡ് കാണാനായിട്ട് പല സഞ്ചാരികളും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഞങ്ങളും ഒട്ടും സമയം കളയാൻ നിന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളും കുറിച്ചിട്ടു. ഞങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നും ഇന്ത്യയെ പറ്റിയും കേരളത്തെ പറ്റിയും ഐസ്ലാൻഡിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ സ്ഥലത്തെ പറ്റിയും ഒക്കെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കുറിച്ചിട്ടു. അവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാറിയാലാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടം പൂർണ്ണമായിട്ട് കാണാനായിട്ട് പറ്റുക. അതിനായിട്ട് നമുക്ക് ഈ മുന്നേ കാണുന്ന ആ ഒരു പാലം ഉണ്ടല്ലോ, അത് മുറിച്ച് കടക്കണം. അതിൻ്റെ താഴെ കൂടെയാണ് നമ്മൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഒഴുകി പോകുന്നത്. കാണുന്ന പോലെ തന്നെ ഈ പാലത്തിന് വലിയ ഉറപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ആദ്യത്തെ ആൾ പോയപ്പോൾ തന്നെ പാലം ചെറിയ രീതിക്ക് ആടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കയറുന്നതിന് പകരം ഓരോരുത്തരായിട്ടാണ് ഈ പാലം മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് നടന്നത്. അങ്ങനെ കുറേ നേരത്തെ നടത്തത്തിന് ശേഷം നമ്മൾ കാണാൻ വന്നിരിക്കുന്ന വലാഗിൽ വാട്ടർഫോളിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. വലാഗിൽ വാട്ടർഫോളിൻ്റെ ഉയരം കൃത്യമായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ വെള്ളച്ചാട്ടങ്ങളുടെ അളവുകൾ എവിടെയും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. എന്നാലും മറ്റു ചില യാത്രക്കാരുടെയും ഹൈക്കർമാരുടെയും അനുഭവങ്ങൾ അടിസ്ഥാനമാക്കിയും ഏകദേശം 10 to 15 മീറ്റർ വരെ ഉയരമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ ഉയരമുള്ളതായിട്ടാണ് തോന്നിയത്. കാരണം ഡ്രോൺ ഞങ്ങൾ വിട്ട് കഴിഞ്ഞപ്പം ഡ്രോണിന് പോകാൻ പറ്റുന്നതിനേക്കാളും മാക്സിമം പോയിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവ ഭാഗം, അതായത് മുകൾ ഭാഗം ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയത്. ശബ്ദവും തിരക്കും വിട്ട് പ്രകൃതിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നുള്ളവർക്ക് വലാഗിൽ വാട്ടർഫോൾ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമായിരിക്കും.
വലാഗിൽ വാട്ടർഫോളിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം ഉണ്ടായി. ഞാൻ ഉപയോഗിച്ചിരുന്ന ഡ്രോണ് ശക്തമായ കാറ്റിലും തണുപ്പും കാരണം അതിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവുകയും നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടും ഈ വലിയൊരു ഇടത്തിൽ ഒരു സ്ഥലത്ത് പോയിട്ട് അത് ലാൻഡ് ആവുകയും ചെയ്തു. പക്ഷെ എന്തോ ഒരു ഭാഗ്യമെന്ന പോലെ ഞങ്ങൾക്ക് ആ സ്ഥലം കണ്ടുപിടിക്കാനും പെട്ടെന്ന് തന്നെ ആ ഡ്രോണ് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ഥലത്ത് ആ പൊട്ടുപോലത്തെ ഡ്രോൺ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ സാഹസികമായൊരു കാര്യമായിരിക്കും. ഹൈക്കിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വേൻ്റെ അവിടെ എത്തുമ്പോൾ നല്ല വിശപ്പുണ്ടാവുന്നുള്ള കാര്യം പോകുമ്പോൾ തന്നെ ഞങ്ങൾ ആലോചിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതിന് മുന്നേ തന്നെ കോൺഫ്ലേക്സും പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഓൾറെഡി കുതിർക്കാനായിട്ട് വേൻ്റെ അകത്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം നേരെ അത് എടുത്തിട്ട് തൊട്ടപ്പുറത്തുള്ളൊരു ടേബിളിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും അത് ഷെയർ ചെയ്ത് കഴിച്ചു. നിങ്ങൾ തന്നെ നോക്കിക്കേ, പിന്നിലെ മഞ്ഞ് വീണ മലയും തെളിഞ്ഞ ആകാശവും നല്ല തണുത്ത കാറ്റും വീശിനിടയിൽ ഇതുപോലെ ഫുഡ് കഴിക്കാനായിട്ട് തൊട്ടപ്പുറത്തൊരു ടേബിളിൽ വന്നിരുന്ന് അത് ആസ്വദിച്ച് കഴിക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടേബിളിൻ്റെ താഴെ കുറേ അധികം ഷെല്ലുകൾ കിടക്കുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചു. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഐസ്ലാൻഡിലെ ചില പ്രത്യേക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പക്ഷികളെ വെടിവെക്കുന്നതിന് നിയമമുണ്ട്. ഇത്തരം പെർമിറ്റുകളും ഗണ്ണിനുള്ള ലൈസൻസും ഉണ്ടായിരുന്ന ഒരാൾ അവിടെ വന്നിരുന്ന പക്ഷികളെ വെടിവെച്ചതിൻ്റെ ബാക്കി ഷെല്ലുകളാണ് നമ്മളവിടെ കണ്ടത്. നമ്മളവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇനി നമ്മൾ പോകുന്നത് നമുക്കിന്ന് താമസിക്കാനുള്ള ക്യാമ്പ് സൈറ്റ് തേടിയിട്ടാണ്. ക്യാമ്പ് സൈറ്റിലോട്ടുള്ള യാത്രക്കിടയിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പട്ടണങ്ങൾ മറികടന്നുകൊണ്ടാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇത്തരം പട്ടണങ്ങളെന്നൊക്കെ പറയുമ്പോൾ 100-ൽ കൂടുതൽ വീടുകളൊന്നും അവിടെ ഉണ്ടായിരിക്കത്തില്ല. അതിൽ കുറവ് വീടുകളും അതിൽ കൂടുതൽ വീടുകളൊക്കെ തന്നെ അടച്ചിട്ടതൊക്കെ ആയിരിക്കും. അതിൽ കൂടുതൽ ആൾക്കാരും താമസിക്കുന്നത് വലിയ പട്ടണങ്ങളായ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി വന്ന റെക്കവിക് പോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. നിങ്ങൾക്കിനി ഞാനൊരു റൺവേ കാണിച്ചു തരട്ടെ. അതെ, നമ്മളീ പോകുന്ന റോഡിൻ്റെ സൈഡിലൂടെ ചേർന്ന് പോകുന്ന ഒരു കുഞ്ഞ റൺവേ ആണ് നിങ്ങളെ കാണുന്നത്. അതെ, ഇവിടുത്തെ ചെറിയ വിമാനങ്ങളൊക്കെ വന്നിറങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു റൺവേ ആണ് ആ പണിത് വെച്ചേക്കുന്നത്. അതിശൈത്യ സമയത്തും റോട്ടിലോട്ടുള്ള യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടിലായിരിക്കും. അതിന് പകരമായിട്ട് യാത്ര കുറച്ചുകൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഐസ്ലാൻഡിലെ പല പ്രദേശങ്ങളിലും ഇതുപോലത്തെ കുറേ അധികം റൺവേകൾ പണിതിട്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് നമ്മളങ്ങനെ അടുത്തൊരു പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയിലെ ഗ്യാസ് എല്ലാം ഏകദേശം തീരാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഗ്യാസ് ഫിൽ ചെയ്തിട്ട് വേണം നമ്മുടെ യാത്ര ഇനി കണ്ടിന്യൂ ചെയ്യാനായിട്ട്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാറുള്ള പോലെ ഐസ്ലാൻഡിലെ ഗ്യാസ് സ്റ്റേഷൻസ് എല്ലാം ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കാണുന്ന എല്ലാ സ്റ്റേഷനിലും വെച്ച് തന്നെ ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ എപ്പോഴും ഫിൽ ചെയ്ത് വയ്ക്കാറുണ്ട്. നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ക്യാമ്പ് സൈറ്റിലോട്ടാണ് അവിടെ നമ്മൾ പിന്നെ നേരെ പോയത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും ആ ക്യാമ്പ് സൈറ്റ് നോക്കി നടത്തുന്ന ആളേനെയോ വേറെ ആരെയും നമുക്കവിടെ കാണാനായിട്ട് പറ്റിയില്ല. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും നമുക്കവിടെ ആരും കാണാത്തതുകൊണ്ട് നമ്മൾ പിന്നെ നമ്മുടെ സെക്കൻഡറി ആയിട്ടുള്ള ക്യാമ്പ് സൈറ്റിലോട്ട് അവിടെ നിന്ന് യാത്ര തുടർന്നു. ഐസ്ലാൻഡിലെ ഇത്ര ദിവസം നമ്മൾ ക്യാമ്പ് സൈറ്റിൽ കിടന്നിട്ട് ഇതുപോലത്തെ ഒരു അനുഭവം നമുക്ക് ആദ്യമായിട്ടായിരുന്നു. ഇതുവരെ പോയ എല്ലാ ക്യാമ്പ് സൈറ്റുകളും ഓപ്പൺ ആയിരുന്നെങ്കിലും ഈ ഒരു ഒറ്റ ക്യാമ്പ് സൈറ്റ് മാത്രം ഇന്ന് ക്ലോസ് ആയിരുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും നമ്മുടെ കയ്യിൽ ഒരു സെക്കൻഡറി പ്ലാൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒട്ടും സമയം കളയാതെ ലിസ്റ്റിലുണ്ടായിരുന്ന രണ്ടാമത്തെ ക്യാമ്പ് സൈറ്റിലോട്ട് യാത്ര തുടർന്നു. ഐസ്ലാൻഡിലോട്ട് ക്യാമ്പിങ്ങിനായിട്ട് വരുന്നവർക്കും ഇത് വലിയൊരു പാഠമാണ്. ഞാൻ മുന്നത്തെ വീഡിയോകളിൽ പറയാറുള്ള പോലെ തന്നെ ഐസ്ലാൻഡിലോട്ടും ക്യാമ്പിങ്ങിനായിട്ട് വരുമ്പോൾ എപ്പോഴും ഒരു പ്ലാനായിട്ടാണ് വരാൻ. ആ പ്ലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്: 1, എവിടെയാണ് താമസിക്കേണ്ടത്; 2, ഫുഡ് എവിടെ നിന്നാണ് കഴിക്കേണ്ടത്. താമസിക്കുന്നത് ക്യാമ്പ് സൈറ്റുകളാണെങ്കിൽ പോകേണ്ട ക്യാമ്പ് സൈറ്റുകളെ പറ്റി മുന്നേ തന്നെ ഗൂഗിൾ റിവ്യൂസും അവരെ പറ്റാവുന്ന രീതിയിൽ കോൺടാക്ട് ചെയ്തിട്ടും ഓപ്പണിംഗ് ടൈമും അവരെ ക്ലോസിംഗ് ടൈമും എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഫുഡിൻ്റെ കാര്യത്തെ പറ്റിയാണെങ്കിൽ ഐസ്ലാൻഡുകളിൽ റെസ്റ്റോറൻറ്റുകൾ വളരെ ലിമിറ്റഡ് ആണ്. അഥവാ ഉണ്ടായാൽ തന്നെ അവർ ഓപ്പൺ ചെയ്യുന്ന ടൈമും ക്ലോസ് ചെയ്യുന്ന ടൈമും ഒക്കെ വളരെയധികം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് എവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നതെന്ന് പോലും പ്ലാൻ ചെയ്തിട്ട് വേണം ഐസ്ലാൻഡിലോട്ട് യാത്ര വരാനായിട്ട്. ഫുഡ് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എപ്പോഴാണ് സൂപ്പർ മാർക്കറ്റുകളും മറ്റും തുറക്കുന്നതും അടയ്ക്കുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനീ പറയുന്നത് ഐസ്ലാൻഡിലോട്ട് സെൽഫായിട്ട് ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് ഇറ്റിനറി എല്ലാം പ്രിപ്പയർ ചെയ്ത് വരുന്ന, ക്യാമ്പ് ചെയ്ത് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരോടാണ്. അങ്ങനെ ഏകദേശം 1.25 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കപ്പ് പ്ലാനായ രണ്ടാമത്തെ ക്യാമ്പർ സൈറ്റിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്.
ഈ ഒരു ക്യാമ്പ് സൈറ്റ് മറ്റ് ക്യാമ്പ് സൈറ്റുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കടലിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ വേറൊരു ക്യാമ്പർ വാനും അതിലുണ്ടായിരുന്ന രണ്ടുപേരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം നമ്മൾ അവരോട് സംസാരിച്ചിരുന്നതിന് ശേഷം നമ്മൾ പിന്നെ നേരെ പോയത് അവിടുത്തെ ബാത്റൂമിലോട്ടും അവിടുത്തെ കിച്ചണിലോട്ടുമാണ്. നമ്മളിന്ന് കുറേ അധികം ദൂരം യാത്ര ചെയ്തുകൊണ്ട് തന്നെ വളരെയധികം ക്ഷീണം നമ്മുടെ മുഖത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് സെറ്റ് ആവാന്നുള്ളൊരു മൈൻഡിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ഐസ്ലാൻഡിലെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത് യാത്രക്കിടയിൽ വളരെ പരിതാപകരമാണ്. ഇതുപോലത്തെ ക്യാമ്പ് സൈറ്റുകൾ കിട്ടുമ്പോഴാണ് അവിടുത്തെ വൈഫൈ യൂസ് ചെയ്തിട്ടും നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും അറിയാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഓരോ ടേൺ എടുത്ത് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ വന്ന് പിന്നെ കിച്ചണിൽ ഇന്നത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഐസ്ലാൻഡിൽ എത്തിയ അന്ന് മുതലേ നമ്മൾ ഹോട്ട് ഡോഗ് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുകയാണ് ചെയ്യാറ്. ഇന്നത്തെ ദിവസം നമുക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്ത് കഴിക്കാമെന്നുള്ളൊരു പ്ലാന് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അതിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് സൈറ്റിലോട്ട് എത്തിയത്. സത്യം പറയാലോ, ഞങ്ങൾ മേടിച്ച് കഴിച്ചതിനേക്കാളും ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ച ഹോട്ട് ഡോഗിന്. ഞങ്ങളങ്ങനെ ഉണ്ടാക്കിയ ഹോട്ട് ഡോഗ് എല്ലാം ഷെയർ ചെയ്ത് കഴിച്ച് ഞങ്ങൾ 3 പേരും നാളത്തെ ദിവസത്തെക്കുറിച്ച് പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് നാളത്തെ യാത്രകൾ നോക്കി സംസാരിച്ചതിന് ശേഷം കിടന്നുറങ്ങാനായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 13ാമത്തെ ദിവസത്തെ കാഴ്ചകളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.